ഖറാഖാന്റെ ഒരു ഫിലിം വരാറുണ്ട്, തമിഴ് ഫിലിം. എന്താ പടത്തിന് പേര്? കാങ്കി. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഈ മലയാള ഫിലിം. അതിന് ശേഷം മലയാളത്തിൽ ഇപ്പോൾ അഭിനയിക്കാൻ പോവാണ്. സ്ക്രിപ്റ്റ് ഒക്കെ മൂപ്പർക്ക് കിട്ടിയ സ്ക്രിപ്റ്റാണ്. കഥ. എല്ലാവിധ ആശംസകളും നേരുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇനി വലിയ എറണാകുളത്ത് വിളിക്കുമ്പോൾ പോകണം. അന്ന് എല്ലാ ആർട്ടിസ്റ്റും അവിടെ വരും. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ട്. പിന്നെ ഓരോ ആൾക്കും ഡേറ്റ് നിശ്ചയിക്കും. ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ എന്ന്. അന്ന് നമ്മൾ കായംകുളത്ത് വെച്ചാണ് ഷൂട്ടിങ്. കായംകുളമാണ്. അത്രയൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ നിന്നിപ്പോൾ വലിയ സ്ക്രീനിലേക്ക് പോകണം. നോക്കാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് ഏതായാലും ഒരു മമ്മൂട്ടി മോലാലൊന്നും ആകാൻ കഴിയില്ല. നമ്മളെ ഏജ് അതല്ലല്ലോ. ചെറിയ വേഷം പിന്നെ ഇപ്പം ഒരു സമാധാനം എന്താ അറിയോ, ആദ്യം പെണ്ണുങ്ങളൊക്കെ ഭയങ്കര എതിരാണ്. ആ ഞാൻ വരുന്ന സമയത്ത് മോന്തി കാണിപ്പിച്ച് നിൽക്കും. അപ്പം മരുമക്കളും മക്കളൊക്കെ സപ്പോർട്ടായപ്പോൾ കൂളായി. അവിടെ ഒരുപാട് വിരുന്നുകാർ വരുന്നുണ്ട്. ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ വണ്ടൂരിനൊരു ടീം മിനിഞ്ഞാന്ന് വന്നിരുന്നു. ഒരു പറഞ്ഞ പോലെക്ക് 2 ചാനലുണ്ട്. സന്തോഷ്, അതിൻ്റെ ഭാര്യ, അമ്മ, കുട്ടികൾ. അപ്പോൾ അവർക്ക് ഞങ്ങളപ്പോൾ ചെയ്യണമെന്നൊരാഗ്രഹം പറഞ്ഞു. ഞാൻ രാത്രി തന്നെ കഥകളൊക്കെ തയ്യാറാക്കി മിനിഞ്ഞാന്ന് ഷൂട്ട് ചെയ്ത് നാളെ ഇറങ്ങും. നാളെയല്ല, ഞായറാഴ്ച 15 മിനിറ്റ് വീഡിയോ. ഞായറാഴ്ച ഇറങ്ങും. ഇന്നിപ്പോൾ 10 മണിക്ക് ഒരു കോമഡി ഇറങ്ങും. അവർക്ക് സമയമുണ്ടല്ലേ? ഓരോ സമയമുണ്ട്. അതിങ്ങനെ ചിലത് നമ്മൾ സന്ദർഭനിയോജികമായി നമ്മൾ ചെയ്യും. ഇപ്പോൾ എനിക്കൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നമ്മളെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളെ വീട്ടിലെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ അയാളെ മോളെ കെട്ടിക്കുമ്പോൾ നിങ്ങളൊക്കെ ആ ഭാഗത്ത് എങ്ങനെയാണെന്നാവും ഈ ഫസ്റ്റ് സൽക്ക. ഇപ്പോൾ അമ്മോസൻ വണ്ടി എടുത്ത് കൊടുക്കണം. ആദ്യം ബുള്ളറ്റും ബൈക്കൊക്കെ എത്ര, ഇപ്പം അത് കാറ് വേണം. കാറ് വേണം. അതുമല്ല, അമ്മായിമ്മ പൈസ കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ. ആദ്യം ഉണ്ടായിരുന്നു, പിന്നീട് ഇവിടുന്ന് എടുത്തുപോയി. ഇപ്പോഴും ചില ഏരിയയിലുണ്ട്. ഇപ്പോൾ താമരശ്ശേരി ആ ഭാഗത്തുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യുമോ. അപ്പോൾ അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്തു. എന്നിട്ട് അയാൾക്ക് വിട്ടുകൊടുത്തു. അയാൾ ലോക ചെറി. എന്നിട്ട് ആൾ എനിക്ക് വിളിച്ചു പറഞ്ഞു, ഇതിൻ്റെ മരുമൻ പറഞ്ഞിട്ടാണ് ചെയ്തത് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഒരു രസമാണ്. ഇതിലിപ്പോ പിന്നെ സ്ക്രിപ്റ്റിന്റെ കാര്യങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, വേറെ നടന ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഒക്കെ കഥാപാത്രങ്ങളുടെ പേരുണ്ടാവില്ല, ഒന്നും ഒരു കൊടുക്കില്ല. അപ്പം ഇന്ന അതിൽ കൊടുത്തിരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ. അപ്പം ഞാനത് ഇതിൽ തിരഞ്ഞു പിടിക്കണം, ആ രാഷ്ട്രീയക്കാരൻ എന്താണ് എന്ന്. അപ്പം എനിക്ക് മനസ്സിലായി തോറ്റ ഒരു അത്. പക്ഷെ ഓനൊന്നുമല്ല. പക്ഷെ ഓൻ്റെ വിചാരം എല്ലാം ആണെന്നാണ്. ആ ഇതൊക്കെ ഇങ്ങനെ കക്ഷത്ത് വെച്ച് നിങ്ങളെ കാണുമ്പോൾ മൊബൈലിൽ കോടികളുടെ കഥ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ. ഓനെ എല്ലാവരും ആക്കുന്ന